ഹിന്ദുക്കള് സംരക്ഷണം അർഹിക്കുന്നവരല്ല. കാരണം അവർക്ക് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ല. അവരുടെ നേതാക്കന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി തന്നെ ഒരു ചിഹ്നത്തിന് കുത്തുന്ന ഒരു വിഭാഗത്തിന്റെ സംഘടിതമായ ഒരു സംഘടിത രൂപം നമുക്കിടയിലില്ല. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും ശരി, BJPക്ക് മാത്രമേ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഏതാണ്ട് എല്ലാ ഹിന്ദുക്കൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. രണ്ടാമതായി തുടങ്ങിയത് ആർഷഭാരത സംസ്കാരം, സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ വല്ലാതെ നമ്മുടെ നാട്ടിൽ അതിപ്രസരമായിട്ടുണ്ട്. അത് അനിവാര്യവുമാണ്. ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാക്കുന്ന ഭീതി, ഇസ്ലാമിക തീവ്രവാദം വിതയ്ക്കുന്ന വിത്തുകൾ, അത് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ, എതിരെ ശബ്ദിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് നല്ലൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങൾക്കും ബോധമുണ്ടായിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഒക്കെ നിരോധിച്ചതോടുകൂടി ഏതാണ്ട് ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഈ തീവ്രവാദത്തെ ഇത്രയും കാലവും വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലെ ഇടത് വലത് കക്ഷികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചേ നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇടതനായിരുന്നാലും ശരി, വലതനായിരുന്നാലും ശരി, മുസ്ലിം തീവ്രവാദ പാർട്ടികളെ പ്രീണിപ്പിച്ചും അവരോട് ഓരം ചേർന്നും തന്നെയാണ് ഇത്രയും കാലവും അവർ പിടിച്ചു നിന്നിട്ടുള്ളത്. ഇനി മുസ്ലിങ്ങളുടെ മത തീവ്രത, സ്വന്തം മത നിയമങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന അപരവൽക്കരണം, അത് ഭക്ഷണത്തിലായിരുന്നാലും വേഷത്തിലായിരുന്നാലും അവരുടെ ചേഷ്ടകളിലും രീതികളിലുമായിരുന്നാലും ശരി, ഇതൊക്കെ ഏതാണ്ട് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഇന്ത്യൻ നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളുമായിരുന്നാലും ശരി സുരക്ഷിതരാണ് എന്ന് കരുതുന്ന നല്ലൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. തന്നെയുമല്ല, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും അഴിമതി രാഷ്ട്രീയത്തോട് വെറുപ്പുള്ള നല്ലൊരു വിഭാഗം ആളുകൾ ഇന്നുണ്ട്. അത് വെറുതെയുള്ള വെറുപ്പല്ല. അവർ ഈ രണ്ട് പാർട്ടികളെയും അമിതമായി സ്നേഹിക്കുകയും അവരെ ഡിപ്പെൻഡ് ചെയ്യുകയും അവരുടെ കരങ്ങളിൽ രാജ്യം സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീടാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. പാരമ്പര്യമായിട്ടുള്ള കമ്മികളും കൊങ്ങികളും പോലും ആ മത രാഷ്ട്രീയ പാർട്ടിയോട്, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ആ മത രാഷ്ട്രീയ പാർട്ടിയോട് ആളുകൾക്ക് എതിർപ്പുണ്ടാകാനുള്ള കാരണം എന്താണ്? ഇന്ന് ഷാജി എന്ന് പറയുന്ന ഒരാളുടെ മരണം നമ്മൾ കണ്ടു. കൊലപാതകമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ഇന്തിഫാദ എന്ന വിഷയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന യുവജനോത്സവത്തിന്റെ പേര് ഇന്തിഫാദ, സായുധ കലാപം. അതെന്തായി? ഒടുവിൽ കലാപത്തിൽ തന്നെ അവസാനിച്ചു, കൊലയിൽ തന്നെ അവസാനിച്ചു. അദ്ദേഹം കോഴ വാങ്ങി എന്ന് ആരോപിച്ച് ഈ 51കാരനെ ക്രൂരമായി മർദ്ദിച്ചു. ഇവര് രാത്രി വൈകി വീട്ടിലെത്തിയ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരെന്താണ്? ലളിത, അങ്ങനെയാണെന്ന് തോന്നുന്നു. അവര് ചോദിക്കുവാണ്, മോനെ നിന്നെ ആരെങ്കിലും അടിച്ചോ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. മോനെന്നാ കുറച്ച് എന്തെങ്കിലും രാത്രി വന്ന് അത്താഴം കഴിക്ക്. വേണ്ടമ്മേ, എനിക്ക് കുറച്ച് മിച്ചർ ഉണ്ട് എന്റെ കയ്യില്, ഞാൻ അത് തൽക്കാലം കഴിച്ചോളാം എന്ന് പറഞ്ഞ മകനെ പിന്നീട് ഇവര് ചേതനയറ്റ ശരീരമാണ് കാണുന്നത്. മകൻ വാതിൽ തുറക്കുന്നില്ല വിളിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ സായുധ കലാപത്തിൽ ഇവര് ഈ SFI കമ്മി രാഷ്ട്രീയക്കാർ എന്താ ചെയ്യുന്നത്? അവർക്ക് അധികാരത്തിന്റെ പവർ ഉണ്ട്, ആരെയും അടിച്ചു കൊല്ലാം. സിദ്ധാർത്ഥനെ കൊന്നിട്ട് ഇതുവരേക്കും ആ അഗ്നി കെട്ടടങ്ങിയിട്ടില്ല. ആ പുക അടങ്ങും മുമ്പാണ് അടുത്ത കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ ഈ രാഷ്ട്രീയ പാർട്ടികളെ വെറുക്കുവാണ്. പിന്നെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന മറ്റു പാർട്ടികളുടെ നിലപാടിലുള്ള പ്രതിഷേധം ആളുകൾക്ക് ഇന്ന് പ്രകടിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അവർ കൃത്യമായ രൂപത്തിൽ അവരുടെ അനുഭവങ്ങളും അറിവുകളും അവരുടെ വിമർശനങ്ങളും പിന്തുണകളും പ്രഖ്യാപിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി. ഇവരെപ്പോഴും മതവിശ്വാസികളെ, പ്രത്യേകിച്ച് ഈ തീവ്ര മതവിശ്വാസികളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു വിഭാഗത്തെ പ്രത്യക്ഷമായി വിമർശിക്കാൻ നല്ലൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നു. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ സംഘടിതമായ മതങ്ങളെ, രൂക്ഷമായും അക്രമകാരികളുമുള്ള മതങ്ങളെ വിമർശനം നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ നവോത്ഥാന നാറികളും ഭയന്ന് പിന്മാറുമ്പോൾ, അവരുടെ മുട്ട് വിറയ്ക്കുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ? അതോ ഇതുവരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റിക്ക് മോശം വരുമോ? ഇതുവരെ ഞാനൊരു ലക്ഷണമൊത്ത ഇസ്ലാം മതേതരനായിരുന്നു എങ്കിൽ
ഇനിയും എനിക്കത് നഷ്ടപ്പെടുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, എന്റെ മേഖലയിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ഇവർ ഭയപ്പെടുന്നത് കൊണ്ട് ഇവരെ ഒരിക്കലും അവര് കാണിക്കുന്ന ഒരു രീതികളും വിമർശിക്കാൻ, രാജ്യവിരുദ്ധതകളെ വിമർശിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായ വിലപേശല്, അതുപോലെ അവരുടെ ഭീഷണികൾ, അവരുടെ കൊലവിളികൾ, അതുണ്ടാക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തികളെ ഇവര് ഭയക്കുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും മതന്യൂനപക്ഷങ്ങൾ വിമർശിക്കപ്പെടേണ്ടവരല്ല എന്ന ഒരു അലിഖിത നിയമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുടെ ദേശവിരുദ്ധ നയങ്ങളെ ഇന്ന് ജനങ്ങൾ അറിയുന്നു, അവരത് ചോദ്യം ചെയ്യുന്നു, അവർ പ്രതിഷേധിക്കുന്നു. പിന്നെ ഇവര് നാഴികയ്ക്ക് 40 വട്ടം പറയും മുസ്ലിം വിരുദ്ധത. എന്താണ് മുസ്ലിം വിരുദ്ധത? ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാർക്കെതിരെ ഇവരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണോ? മുമ്പ് ഒരു വിഘ്നേഷും വിഷ്ണുവും, ഒരു സൈനികൻ, മറ്റൊരാള് PSCയിലേക്ക് ഇത് എന്താ കിട്ടി അല്ലെ, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്ന 2 പേര്. ഈ വിഘ്നേഷിനെയും വിഷ്ണുവിനെയും അടിച്ച് ചതയ്ക്കുന്നു. ആര്? ഷാഫി മുഹമ്മദ് എന്ന പോലീസുകാരനും അനീസ് മുഹമ്മദ് എന്ന പോലീസുകാരനും. അനീസ് മുഹമ്മദ് എന്ന പോലീസുകാരൻ വിഷ്ണുവിനോട് പറയുന്നു, കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട. കാരണം എന്താ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇത് 3 ഏതാ? നമ്മുടെ മുസ്ലിം രാജ്യങ്ങളാ, മുസ്ലിം സഹോദരങ്ങളാ. അവർക്കെതിരെ കാഞ്ചി നീ ഇനി വലിക്കണ്ട. അതാണ് ഇതിന്റെ അർത്ഥം. വരികൾക്കടിയിലൂടെയും ഇടയിലൂടെയും ഒന്നും വായിക്കണ്ട, നേർക്ക് നേരെ ഫോർവേഡ് ആയിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അയാളെ അടിച്ച് ചിഞ്ചപ്പരുവമാക്കി. ഒരു പോലീസുകാരന് ഒരു സൈനികന്റെ ശരീരത്ത് തൊടാൻ നിയമമില്ലാതിരിക്കെ മാധ്യമങ്ങൾ അയാളുടെ പേര് പോലും പുറത്തു പറഞ്ഞില്ല. അനീഷ് എന്നാണ് പറഞ്ഞത്. അനീസ് മുഹമ്മദിനെ അനീഷാക്കി മാറ്റി. 2-3 ദിവസം അനീഷ് എന്നു മാത്രമുള്ള പേരുകളാണ് വന്നത്. ഒടുവിൽ എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ എനിക്കൊരു DYSP സുഹൃത്തുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് കൃത്യമായി പറഞ്ഞു, ടീച്ചറെ നമുക്കത് പറയാൻ പറ്റില്ല, അയാളുടെ പേര് അനീസ് മുഹമ്മദ് എന്നാണ്, മാധ്യമങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇങ്ങനെ മുസ്ലിം വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് ഇത്തരം കൃത്യങ്ങളെ അപലപിക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അനീസ് മുഹമ്മദ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വന്നു. തൊട്ടടുത്ത് എന്റെ വാക്ക് ചൂടുപിടിച്ച് എല്ലാവരും ഏറ്റുപിടിച്ചു, അവൻ അനീഷ് അല്ല, അനീസ് മുഹമ്മദാണ്. ഇത്തരം രാജ്യദ്രോഹികളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ഇനിയുമുണ്ട് അപ്ഡേറ്റുകള്. ഈ അനീസ് മുഹമ്മദിന് ഒരു തരത്തിലുള്ള ശിക്ഷയും ലഭിച്ചില്ല. കാരണം അവനൊരു കമ്മിയായിരുന്നു, അവൻ പച്ചവെളിച്ചത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു, രാജ്യവിരോധങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്നവനായിരുന്നു, അവനൊരു പാകിസ്ഥാൻ ഫാൻ ആയിരുന്നു, അവനൊരു താലിബാൻ തീവ്രവാദിയായിരുന്നു, ഐസിസിനെ വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു താലിബാൻ തീവ്രവാദിയായിരുന്നു അവൻ. അതുകൊണ്ട് അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകനോ അതല്ലെങ്കിൽ ഒരു അന്തിച്ചർച്ചാ തൊഴിലാളിക്കോ, അതുപോലെ പുരോഗമനവും പ്രതിരോധവും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരാൾക്കും അയാളുടെ പേര് പോലും പറയാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ഒരു ശിക്ഷയും കിട്ടിയില്ല. അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടി. വീടിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്. നേരത്തെ കൊടുത്ത ട്രാൻസ്ഫർ ഇപ്പോഴായിരിക്കും സ്വീകരിച്ചത്. തീർന്നില്ല. ഇത്തരം കൃത്യങ്ങളെ പ്രതിരോധിക്കാൻ, ഇത്തരം മാനവിക വിരുദ്ധതകളെയും രാജ്യവിരുദ്ധതകളെയും ഉറക്കെ പറയാൻ അത്തരം രാജ്യവിരുദ്ധർ കിടക്കേണ്ടത് തീഹാർ ജയിലിലാണ് എന്ന് തെളിയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. കുറെ ട്രോളുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ കുറെ മോദി വിരുദ്ധതകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് കൊണ്ടോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നയത്തെയും, ഏത് നിയമത്തെയും, ഏത് പ്രസ്താവനകളെയും കണ്ണും പൂട്ടി എതിർക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഇവരുടെ ഈ കാപട്യം ജനങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കരുത്. ഒരുപാട് കാരണങ്ങളാൽ ഇന്ന് രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരന്മാരും ശക്തരാണ്. അതിന് തുറന്ന ചർച്ചകൾ ഉണ്ടാകണം. നമ്മൾ ഇത്തരം വേദികളിൽ സജീവമാകണം. സംവാദങ്ങൾ ഉണ്ടാകണം, ചരിത്ര പഠനങ്ങൾ ഉണ്ടാകണം, ശാസ്ത്രബോധങ്ങൾ ഉണ്ടാകണം. ഗോത്രീയ ചിന്തയിൽ നിന്നും ജനങ്ങളെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരത്തക്ക രൂപത്തിൽ സഹിഷ്ണുതാപരമായിട്ടുള്ള സംവാദങ്ങൾ നിലനിൽക്കണം. ഇതിന് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? വിഡ്ഢിത്തങ്ങൾ മാത്രം പറഞ്ഞ് എല്ലാം സംഖ്യയാണ്, ചാണകമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ചാണകമാണ് എന്ന് പറഞ്ഞ് ഒഴുക്കിനെതിരെ നീന്താനും അതിനോട് കിടപിടിച്ചു നിന്ന് പ്രതികരിക്കാനും
പ്രതിരോധിക്കാനും നമുക്ക് കഴിയണം. BJP-യെ മാറ്റി നിർത്തി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാൽ, ഇനി അങ്ങനെ എത്തിക്കാമെന്ന് ഇടതനോ വലതനോ സുഡാപ്പികളോ വിചാരിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലെ സ്വതന്ത്ര ചിന്തകരുടെ ലക്ഷ്യവും ഇടത് കക്ഷികളെ രാഷ്ട്രീയത്തിൽ എത്തിക്കുക, അവരെ രാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുക എന്നത് തന്നെയാണ്. പക്ഷെ എന്നാൽ മാത്രമേ അവർക്ക് ഇത്തരം മുസ്ലിം പ്രീണനം അഴിച്ചുവിടാൻ പറ്റൂ. ആരധികാരത്തിൽ വന്നാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണം. ഈ രാജ്യത്തെ സുസ്ഥിരമായി നിലനിർത്താൻ സാധിക്കണം. നമ്മുടെ രാജ്യത്തെ ബഹുസ്വരത നിലനിൽക്കണം. നാനാത്വത്തിൽ ഏകത്വത്തോടെ നമുക്ക് ജാതിയും മതവും നോക്കാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. ജനാധിപത്യം നിലനിൽക്കണം. ജനങ്ങളെ തുല്യരായി കണ്ട് അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സഹകരണം നിലനിർത്തണം. ശാസ്ത്രബോധം വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ജനങ്ങൾക്ക് ഏത് വിഷയത്തിലും പ്രതികരിക്കാൻ കഴിയണം. ഒരാള് കറുത്ത തുണി ഉടുത്ത് കുളിച്ചാൽ ഉടനെ പിണറായി വിജയൻ അതുവഴി പോകുന്നുണ്ട്, അതുകൊണ്ട് കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ ആ സ്ത്രീക്കെതിരെ കുറ്റം ചുമത്തി അകത്താക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഇതൊന്നും ശരിയല്ല. ഇതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. പ്രതികരിച്ചാൽ ഉടനെ അനാവശ്യമായ കേസുകൾ ചുമത്തുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ സത്യത്തെ ഇവർ ഭയക്കുന്നത് കൊണ്ടാണ്. ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ജീവിത നിലവാരമുണ്ട്, അതിനെ ഉയർത്താൻ കഴിയണം. ഭരണഘടനാപരമായ അവകാശങ്ങൾ എനിക്കും ബൈജുവിനും മറ്റൊരാൾക്കും ഒരുപോലെ തന്നെ ലഭിക്കണം. തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാകണം. അർഹരായവർക്ക് അംഗീകാരം ലഭിക്കണം. ഇവരെ പിൻവാതിൽ നിയമനത്തിലൂടെ ഇവരുടെ പാർട്ടിക്കാരായിട്ടുള്ള എല്ലാ ആളുകളെയും, അവരുടെ പാർട്ടിക്കാരുടെ ഭാര്യമാരെ, അവരുടെ കുടുംബക്കാരെ ഒക്കെ ആ സ്ഥാനത്തിരുത്തുമ്പോൾ പഠിച്ച് കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ചു പരീക്ഷ എഴുതി വിജയിച്ചവർ ഒരു PSC നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ 4, 3, 7 എന്നറിയാത്ത ചില ആളുകളെ പിടിച്ചു വെച്ചിരിക്കുക വിദ്യാഭ്യാസ മന്ത്രിമാരായി. വ്യാവസായിക സൗഹൃദങ്ങൾ ഉണ്ടാകണം. മതപരമായിട്ടുള്ള അസ്തിത്വം ഉറപ്പിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകണം. അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയണം. ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്. ആ മൂല്യങ്ങളെ ഇവർ ആഗ്രഹിക്കുന്നവരാണ്. അത് നിലനിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഓക്കെ, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ ചൊറിയാതെ എന്നും കാണുന്ന ഇന്നിപ്പോൾ